എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വെറൈറ്റി കളർ ബുള്ളറ്റുമായിട്ടാണ് എത്തിക്കുന്നത്. വണ്ടി റീസ്റ്റോർ ചെയ്തതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ പണിഞ്ഞേക്കുന്നത്, അതല്ല എന്തൊക്കെ സ്പെയർ ആണ് മാറ്റിയിരിക്കുന്നത്, കൂടാതെ പെയിന്റിങ്ങിന് എത്ര രൂപയായി, ബഫിങ്ങിന് അല്ലെങ്കിൽ പ്ലേറ്റിങ്ങിന് എത്ര രൂപയായി, ലേബർ എത്രയാണ്, എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ പറയൂ, ഏത് മോഡലാണ്? 75. അപ്പോൾ അത്രയും പഴയ മോഡലാണ്. 75 എന്ന് പറയുമ്പോൾ 50. അതെ, 50 അല്ല, 51. അതെ, ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇത് ഫുള്ള് പൊളിച്ച് ടോട്ടൽ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. എഞ്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. എഞ്ചിന് ഫുള്ള് റീബിൽഡ് ചെയ്തിട്ടതാണ്. ഓക്കെ, ഏത് കളറായിരുന്നു? ബ്ലൂ കളറായിരുന്നു. അപ്പോൾ അത് ഈ ഒരു യെല്ലോ കസ്റ്റമറിന്റെ ഇഷ്ടത്തിന് കസ്റ്റമർ ചൂസ് ചെയ്തതാണ്. പുള്ളി ഓൺലൈനിൽ കണ്ട ഒരു ഫോട്ടോ. കളർ കിട്ടാൻ കുറച്ച് പാടുപെട്ടു. പുള്ളി തന്നെ 2-3 സ്ഥലത്തൊക്കെ പോയിട്ടാണ് അവസാനം ഷെയ്ഡ് കറക്റ്റ് ആയത്. ഇത് തന്നെയാണല്ലോ പുള്ളി ഉദ്ദേശിച്ചത്. ഇത് തന്നെയാണ്, സെയിം സാധനം. അത്യാവശ്യം ഒരു വെറൈറ്റി കളർ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കളർ കാണുന്നത്. ആണല്ലേ? എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തൊക്കെയാണ് സ്പെയർ, എന്തൊക്കെയാണ്? സ്പെയർ നമ്മൾ A to Z കംപ്ലീറ്റ് ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് എല്ലാത്തിലും പോലെ സ്പീഡോമീറ്റർ, ആംപിയർമീറ്റർ, ലോക്ക് സെറ്റ്, ഹാൻഡിൽസ്, സ്വിച്ചസ്, ത്രോട്ടില്, ഡൂം സെറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, നമ്പർ പ്ലേറ്റ്. ഇത് പൊതുവേ നമ്മൾ എല്ലാ വണ്ടിയിലും വെക്കുന്നത്. പിന്നെ മാറ്റി ബാറ്ററി ബോക്സ്, സ്റ്റെയിനർ, കാർബറേറ്റർ, വയറിംഗ് കിറ്റ്, ടെയിൽ ലാമ്പസി, സീറ്റ് മാറി. സീറ്റ് ഹൈറ്റ് കുറച്ച് കട്ട് ചെയ്തായിരുന്നു. പിന്നെ ബാക്ക് 2 ഷോക്ക് അബ്സർ. പിന്നെ നമ്മൾ കമ്പി 2 സ്പോക്സ് 2 മാറ്റി കോട്ടം പിടിച്ചെടുത്തിട്ടുണ്ട്. ടയറൊക്കെ മാറിയില്ലേ? ടയർ ഇതിലുണ്ടായിരുന്നു. ടയർ മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു ഇതെല്ലാം മാറി. ഇതിൽ ക്രോം ഇല്ലായിരുന്നു, നമ്മൾ അഡിഷണൽ ചെയ്തെടുത്തതാണ്. ഇത് ചെയ്തെടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് സ്പെയർ മേടിച്ചിട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി ഹോളൊക്കെ കറക്റ്റ് ചെയ്ത് ക്രോം ഇതിലോട്ട് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്, ബോൾട്ട് പിടിപ്പിക്കുകയാണ്. ഇതുപോലത്തെ നമ്മളെണ്ണം സെറ്റ് ചെയ്തിട്ടുള്ളതല്ലേ അന്ന്? കൊട്ടിയത്തെ ഒരു വണ്ടി. കൊട്ടിയത്തെ വണ്ടി. ഇതെടുത്ത വണ്ടിയാ? ഇത് ഓയൂർ. ഓക്കെ, എല്ലാം കൊല്ലത്തെ വണ്ടിയാണ്. എനിക്കൊന്ന് കൊല്ലത്തുകാർക്കാണ് ഇതുപോലെ ഈ ഒരു കോൺഫിഡൻസ് അല്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെയും എനിക്ക് എടുത്തു പറയേണ്ടത് ഈ ഒരു ലോഗോ എന്തായാലും അതൊരു ഫിനിഷിംഗ് അല്ലേ, നോർമലി കിട്ടാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി. നമ്മൾ ആ ഡോക്ടറിന്റെ വണ്ടിയിൽ പഴയ സാധനങ്ങളുണ്ടോ, നല്ല പക്ക ഫിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഷിജിൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ അല്ലെ QC ഒന്നുകൂടി റോയൽ എൻഫീൽഡിന്റെ സ്പെയറിൽ വരുന്ന അതെ ക്വാളിറ്റി ചെക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നമുക്കൊരു ചേസ് ഉണ്ട്, നമുക്ക് ഉടനെ തന്നെ ചെയ്യാം എന്തായാലും. അപ്പോൾ സ്പെയർ എല്ലാം കൂടെ എത്ര രൂപയായി? സ്പെയർ എനിക്ക് തോന്നുന്നു ഒരു 30 രൂപ അടുപ്പിച്ച്. 30 രൂപ സ്പെയറിന് എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പെയിന്റിംഗിലേക്ക് ഇടുവാണെങ്കിൽ പെയിന്റിങ്ങിന് ഇതിന് 14 രൂപ. 14. പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പെയിന്റും കുറച്ച് സാധനങ്ങളെ കസ്റ്റമറാണ് പുള്ളിക്ക് മേടിച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ റേറ്റ് കുറച്ച് കൊടുത്തിട്ട് അവർ തമ്മിൽ സംസാരിച്ചിട്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. ഡീലിൽ എത്ര രൂപയായിരുന്നു? അല്ല, നമ്മൾ സാധാരണ 14 ആണല്ലോ ഇവിടുത്തെ റേറ്റ്. പുള്ളിക്ക് വണ്ടി കൊടുത്തു. അപ്പൊ പെയിന്റ് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് ഇവിടെ നമ്മളെ പെയിന്റർ 1-2 പെയിന്റ് ഒക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് ശരിയായില്ല. പുള്ളി 3-4 സ്ഥലത്ത് പോയിട്ട് അവസാനം ഷെയ്ഡ് കിട്ടിയത്. അപ്പൊ സാധനങ്ങൾ പുള്ളി മേടിച്ചു കൊടുത്തോണ്ട് അപ്പൊ അവർ തമ്മിൽ സെർച്ച് ചെയ്തിട്ട് അവസാനം എന്തായാലും 14-നകത്തായിരിക്കുമല്ലോ. പുള്ളി പെയിന്റ് ഒക്കെ മേടിച്ചോണ്ട് അതിനനുസരിച്ച് ഒരു വ്യത്യാസം കാണും. ഓക്കെ, മനസ്സിലായി. പക്ഷെ അതുപോലെ ഈ ലൈൻ ഇട്ടത് നല്ല രസമുണ്ട് കേട്ടോ. ബ്ലാക്ക് ലൈൻ നല്ല രസമുണ്ട് കാണാൻ. അത് ഈ മഞ്ഞയിലായത് കൊണ്ടാണോ എന്നറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. അതെ, എറിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ചിലതിലൊക്കെ ഇതുപോലെ ചെറിയൊരു ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ ഗോൾഡൻ പെയിന്റ് പറഞ്ഞത് ഇത് നമ്മളെ ഇനാമൽ പെയിന്റ് ആണ്. ഗോൾഡൻ പെയിന്റ് വേറെ ടൈപ്പ് പെയിന്റ് ആണ്. അതിന് ഇത്ര ഫിനിഷിംഗ് കിട്ടത്തില്ല. ഇത് നമ്മളെ സാധാ വണ്ടിയിൽ വരുന്ന പെയിന്റ് ആണ്. ഉള്ളിൽ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മളെ പെയിന്ററിൽ നിന്ന് കൊടുത്തു വിട്ടാണ് വരപ്പിച്ചത്. നല്ല രസമുണ്ട്, ഫിനിഷിംഗ് ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ബ്ലാക്കിൽ ഗോൾഡ് കളർ വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇനി പ്ലേറ്റിങ്ങും ബഫിങ്ങും. പ്ലേറ്റിംഗ് ഏതാണ്ട് 17-18 എന്തോ ആയിട്ട്. 18 രൂപ. ബഫിങ് പിന്നെ ഇതിൽ കുറച്ചേ ആയിട്ടുള്ളൂ. എഞ്ചിൻ കേസ് ബഫ് ചെയ്ത് അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എഞ്ചിൻ ഡേറ്റ് കൊടുത്ത് പറഞ്ഞ സമയത്ത് അവരെടുത്ത് പറഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്ലേറ്റിംഗ് എല്ലാം കൂടി ഒരു 17-18 രൂപ ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ആ ഒരു റേറ്റാണ് ആയത്. ഓക്കെ, ഇതിൽ എഞ്ചിൻ പണിയായിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ പണിതിട്ടുണ്ട്. എഞ്ചിൻ ഫുള്ള് പണിതായിരുന്നു. ഏതാണ്ട് 23 രൂപ ലേത്തിൽ പൈസ ആയിട്ടുണ്ട്. അതായത് ഇതിന്റെ എല്ലാ പാർട്സും പുതിയതാണ്. ക്യാമില്, ടാപ്പറ്റ്, പിന്നെ ക്രാങ്ക് വെയിറ്റ് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയെന്നല്ല, ക്രാങ്ക് വെയിറ്റ് ഓവർ വെയിറ്റ് ആയിരുന്നു. വണ്ടി വലിക്കത്ത് പോലും ഇല്ലായിരുന്നു. ആ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് കുറച്ച് സാധാരണ നമ്മളാക്കുന്ന ഒരു വെയിറ്റിലോട്ട് ആക്കി. പിന്നെ സിലിണ്ടർ പണിതു, ഹെഡ് പണിതു, ഫുള്ള് A to Z കംപ്ലീറ്റ്. ഗിയർ ബോക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം. അപ്പോൾ ലേബർ എല്ലാം കൂടി ലേബർ പൊളിച്ച് പണിയുന്നതിന് 10,000 രൂപ, എഞ്ചിൻ പണിയുന്നതിന് 6,000 രൂപ കൂട്ടത്തിലായതുകൊണ്ട്.
ഓക്കെ 16,000 രൂപ. അപ്പോൾ അങ്ങനെ ലേബർ ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ വണ്ടിക്ക് എത്ര രൂപയായിട്ടുണ്ട്? ടോട്ടൽ കോസ്റ്റ് ആൾമോസ്റ്റ് ഒരു 1.14-15 ആയിട്ടുണ്ട്. 1.15 ആണ്. ഇപ്പോൾ ഈ ഒരു 1975 മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഇരിക്കുന്ന വണ്ടിക്ക് ആയത്. എന്തായാലും ഇതിലും എനിക്ക് തോന്നുന്നു ആ ഒരു ക്രോം എലമെന്റ് ആണ് ഏറ്റവും കൂടുതൽ. ഇത് നമ്മൾ ഇതുവരെ ചെയ്തൊരു വെറൈറ്റി കളർ. അതെ, വെറൈറ്റി കളർ, അതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ആ ഒരു ക്രോം എലമെന്റ് ഇഷ്ടപ്പെട്ടത് ബ്ലാക്കിൽ വന്നപ്പോഴത്തേക്ക്. നമ്മുടെ ഡോക്ടറിന്റെ വണ്ടി ഉണ്ടല്ലോ, അത് എടുപ്പുണ്ട്. പക്ഷേ ഈ കളർ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കസ്റ്റമർ, അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമാണ്, അതെന്താ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊളിച്ചത്. അത്രേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, അതിൽ വേറൊരു സംശയമല്ല. അപ്പോൾ 1,14,000 അല്ലെങ്കിൽ 15,000 രൂപയുടെ വണ്ടിയാണ് ഇത് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള വണ്ടികൾ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിജിൻ്റെ ഷോപ്പ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനകത്തുള്ള കടയ്ക്കാവൂരിനാണ്. ജസ്റ്റ് ഗൂഗിളിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിജിൻ്റെ ആ ഒരു ലൊക്കേഷൻ കിട്ടുന്നതാണ്. കൂടാതെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ റീസ്റ്റോറേഷൻ എന്നുള്ളതല്ല, എന്ത് ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഷിജിനെ കോൺടാക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഈ പഴയ വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഒരു റഫ്നെസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി അടിപൊളിയായിട്ട്. എഞ്ചിൻ പണി തന്നെ 6,000 അല്ലേ ഉള്ളൂ, ലേബർ 6,000. പിന്നെ ഡിപ്പെൻസ് നമ്മുടെ സ്പെയർ അല്ലേ, പൈസ അത് മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങനെ എന്തായാലും ഒരു ഉദ്ദേശം എത്ര രൂപയാവും? പഴയ മോഡൽ വണ്ടിയുടെ എഞ്ചിൻ ഫുള്ള് പൊളിച്ച് ക്രാങ്ക് വെയിറ്റ് എല്ലാം കൂട്ടി ഒന്നേന്നകത്ത് മൊത്തം പുതിയ സാധനം ഇട്ട് പണിത് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 30-31 രൂപ 30 രൂപ. പക്ഷേ 30 രൂപ മുടക്കിയാലും പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ. 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എഞ്ചിന്, 2 വർഷത്തെ ഗ്യാരണ്ടി. 2 വർഷത്തെ ഗ്യാരണ്ടി, പിന്നെ എന്തോ വേണം, അത്രേ ഉള്ളൂ. എന്തായാലും വണ്ടി അടിപൊളിയായിട്ട് പുതിയ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീൽ ഓടിച്ചു പോകാം, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.